അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. അൽ ജമാൽ അൽ കമാൽ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തെ ആദരിച്ചുകൊണ്ട് മഹബ്ബത്തിൻ്റെ ചില ഇടപെടലുകൾ നടത്തുന്ന മഹത്തായൊരു സംവിധാനം. റബീഉൽ അവ്വൽ ഇന്ന് 10 നാളെയും മറ്റന്നാളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹിച്ച ദിനരാത്രങ്ങളെ വിശ്വാസികൾ അലങ്കാരങ്ങളെ കൊണ്ടും സൽക്കർമ്മങ്ങളെ കൊണ്ടും സമ്പൂർണമായി സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്ന ദിനരാത്രങ്ങളാണ്. അങ്ങനെ ചെയ്യാൻ അല്ലാഹു തആല നമ്മളോട് കൽപ്പിച്ചിരിക്കുകയാണ്. ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അല്ലാഹു തആല അവൻ്റെ വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞു, ഖുൽ ബിഫളില്ലാഹ്, അല്ലാഹുവിൻ്റെ ഫളല് നാഫിആയ ഇൽമിൻ്റെ പേരിലും, വബിറഹ്മതിഹി, അല്ലാഹുവിൻ്റെ റഹ്മത്ത് റഹ്മത്തുൽ ലിൽ ആലമീൻ്റെ പേരിലും, ഫബിദാലിക, ആ കരുത്തോട് തന്നെ, ഫല്യഫ്റഹു, ജനങ്ങൾ ആഹ്ലാദിക്കട്ടെ, ആഘോഷിക്കട്ടെ. അപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലും നാഫിആയ ഇൽമിൻ്റെ പേരിലും ആഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ അല്ലാഹു തആല കൽപ്പിച്ചിരിക്കുകയാണ്. ഹുവ ഖൈറുൻ മിമ്മാ യജ്മഊൻ, ജനങ്ങൾ സംഘടിപ്പിക്കുന്ന മറ്റ് കാര്യങ്ങളെക്കാൾ ഏറ്റവും ഉത്തമമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലും ഇൽമിൻ്റെ പേരിലുമുള്ള ആഘോഷങ്ങളെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഇൽമിൻ്റെ പേരിൽ അറിവിൻ്റെ കലാലയങ്ങളും അറിവിൻ്റെ മണ്ഡലങ്ങളും വാർഷിക ആഘോഷങ്ങളും മറ്റും പലവിധ പരിപാടികളിലായി സന്തോഷം കൊണ്ട് സംഘടിപ്പിക്കുന്നത്. അത് പുണ്യകർമ്മമാണ്. അതുപോലെ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അവിടുത്തെ ജന്മവും അവിടുത്തെ മറ്റ് പുരോഗതികളും മറ്റ് വിജയങ്ങളും വിശ്വാസികൾ ആഘോഷിക്കുകയാണ്. ആഘോഷമൊക്കെ സാധാരണ ഒരു നാട്ടിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭാഗമായി വ്യത്യസ്ത തലങ്ങളിലും വ്യത്യസ്ത ഇടപെടലുകളുമുള്ള ആഘോഷങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത്. അന്നദാനങ്ങളും മൗലിദ് മജ്ലിസുകളും വിളക്കുകളും ലൈറ്റുകളുമൊക്കെ കത്തിച്ച് പള്ളികളും മദ്രസകളും വഴിയോരങ്ങളുമൊക്കെ അലങ്കരിച്ച് തോരണങ്ങളും പതാകകളും കൊടികളുമൊക്കെ വർണ്ണശബളമായി സംഘടിപ്പിച്ച് അനുഗ്രഹീതമാകുന്ന ആഘോഷം സംഘടിപ്പിക്കുന്നു. ഓരോ നാട്ടിലും വ്യത്യസ്തമാകുന്ന വിധത്തിലാണ് അത് സംഘടിപ്പിക്കാറുള്ളത്. മദീനയിൽ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു റൗളയിൽ എപ്പോഴും ഖുർആനോദലും സ്വലാത്തു ചൊല്ലലും അവിടുത്തെ വിളക്കുകൾ അവിടുത്തെ ലൈറ്റുകൾ എത്രയോ ലക്ഷം രൂപ വിലമതിക്കുന്ന ലൈറ്റുകളും അലങ്കാരങ്ങളുമൊക്കെയാണ് റൗള ഷരീഫിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് ഓരോ വിളക്കിൻ്റെ വില തന്നെ കോടികൾ വിലമതിക്കുന്ന അനുഗ്രഹീതമാകുന്ന വിളക്കുകൾ തൂക്കി നിരവധി പ്രകാശ മണ്ഡലമാക്കി നിരന്തരം ആദരിച്ചുകൊണ്ടാണ് മദീനയെ തന്നെ അവിടുത്തെ ഭരണാധികാരികൾ അലങ്കരിച്ചിരിക്കുന്നത്. മറ്റുള്ള എല്ലാ നാടുകളിലും നബിദിനം വരുമ്പോൾ വിശിഷ്ടമായ അലങ്കാരങ്ങളും ആഘോഷങ്ങളും സംഘടിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലേക്ക് നമ്മുടെ കൽബുകളെ നമുക്ക് ഏറ്റവും കൂടുതൽ ആഘോഷിക്കാനുള്ളതാണല്ലോ. യാ റഹ്മത്തല്ലാഹി ഇന്നി ഖായിഫുൻ വജ്ലു, യാ നിഅമത്തല്ലാഹി ഇന്നി മുഫ്ലിസുൻ ആനി വലൈസ ലീ അമലുൻ അൽഖൽ അലീമ ബിഹി സിവാ മഹബ്ബത്തിക്കൽ ഉളുമാ വ ഈമാനി. നാളെ പരലോകത്ത് ഖാലിഖായ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ സമാധാനത്തിന് മുന്നിൽ വെക്കാനുള്ളത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്താണ്. മഹബ്ബത്ത് എന്ന് പറയുന്നത് ഇത്തിബാ മാത്രമാണെന്ന് ചില പുത്തൻവാദികൾ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. ഇത്തിബാ ഒന്ന് വേറെ, മഹബ്ബത്ത് ഒന്ന് വേറെ. അതൊക്കെ പലപ്പോഴും നാമും നമ്മുടെ ഉലമാക്കളുമൊക്കെ വിശദീകരിച്ചിട്ടുള്ളതാണ്. ഏതായിരുന്നാലും ആ ഹുബ്ബ് നാം നെഞ്ചിലേറ്റുകയും അത് ഇൽഹാറുൽ ഫറഹി വസ്സുറൂർ,
അത് പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളാണ് നമ്മുടെ മുന്നിലുള്ള ഈ അവസരങ്ങൾ. അല്ലാഹു തആല തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മദ്ഹിങ്ങനെ പറയുകയാണ്. ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ ബഹുമാനപ്പെട്ട സഹീഹുൽ ബുഖാരി അബുൽ ആലിയ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹു തആല സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ സനാഉഹു ഇൻദൽ മലായികത്തി, മലക്കുകളുടെ സാന്നിധ്യത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് പ്രകീർത്തിക്കുകയും പ്രശംസിക്കുകയും ചെയ്യലാണ് അല്ലാഹു തആലയുടെ പരിപാടി. എന്നിട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വറഫഅനാ ലക ദിക്റക്, തങ്ങളെ പറയലും തങ്ങളെ പ്രശംസിക്കലും തങ്ങളുടെ പെരുമയും നാം വല്ലാതെ ഉയർത്തിയിരിക്കുന്നു, നാം ഒരുപാട് ഉയർത്തിയിരിക്കുന്നു. തങ്ങളുടെ പ്രശംസ, തങ്ങളുടെ പ്രകീർത്തനങ്ങളൊക്കെ നാം ഒന്ന് ചിന്തിച്ചു നോക്ക്. അള്ളാഹുവും റസൂലും തമ്മിലുള്ള ബന്ധം നാം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ എപ്പോഴും ദിക്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. വകാന യദ്കുറുല്ലാഹ ഫീ കുല്ലി അഹ്യാനിഹി, എല്ലാ സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ ദിക്റിലാണ്. ഓരോ സെക്കൻഡിലും അള്ളാഹുവിൻ്റെ ദിക്റിലാണ്. നമ്മളെ തന്നെ നബി തങ്ങൾ പഠിപ്പിച്ചു, ഉണരുമ്പോൾ അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദ മാ അമാതനാ എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ പുകഴ്ത്തി വേണം ഉണരാൻ. പിന്നെ തിന്നുമ്പോഴും കുടിക്കുമ്പോഴും എല്ലാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലണം. പിന്നെ ഓരോ സന്ദർഭത്തിലും നിസ്കാരത്തിൻ്റെ ശേഷവും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം അള്ളാഹുവിൻ്റെ ദിക്റിലായിരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. തിരിച്ച് അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുന്നു, വറഫഅനാ ലക ദിക്റക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദിക്ർ, നബി തങ്ങളുടെ സ്മരണ നാം ഉയർത്തിയിരിക്കുന്നു. നിങ്ങൾ എപ്പോഴും നബിയെ ഓർമ്മിക്കണം, നബി തങ്ങൾക്ക് നിങ്ങൾ സലാത്ത് ചൊല്ലണം. അതിൻ്റെ തഫ്സീറുകളിൽ കാണാം, ലാ ഉദ്കറു ഇല്ലാ വതുദ്കറു മഈ, എന്നെ എവിടെയൊക്കെ നിങ്ങൾ പറയുന്നുവോ അവിടെയൊക്കെ എൻ്റെ തിരുനബിയെയും നിങ്ങൾ പറയണം. എത്ര സ്നേഹമാണ് അള്ളാഹുവിൻ്റെ സ്നേഹം! ഒരാൾ ഇസ്ലാമിലേക്ക് വരണം, ഷഹാദത്ത് കലിമ ചെല്ലണമെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം പറഞ്ഞാൽ പോരാ, വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി പറയണം. നിസ്കാരം സഹീഹാകണമെങ്കിൽ ഫാത്തിഹ ഓതി ഇയ്യാക നഅ്ബുദു മാത്രം പറഞ്ഞാൽ പോരാ, അത്തഹിയ്യാത്ത് ഓതി അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു പറയണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പേര് പറഞ്ഞ് സ്വലാത്ത് ചൊല്ലണം. ഇതൊക്കെ അള്ളാഹ് ഫർളാക്കിയതാണ്. ഇങ്ങനെ നിരന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാനും പുകഴ്ത്താനും പ്രശംസിക്കാനും അല്ലാഹു തആല പഠിപ്പിച്ചു. ദിക്റുൽ അംബിയാ ഈ ഇബാദ, അമ്പിയാക്കളെ കുറിച്ച് ഇങ്ങനെ പ്രശംസിക്കണം, അതിനാഘോഷിക്കണം. ബഹുമാനപ്പെട്ട മഅറൂഫുൽ കർഖി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ നമ്മളെ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദാഘോഷവുമായി ബന്ധപ്പെട്ട് മൻ ഹയ്യ തആമൻ ലി ഖിറാഅത്തി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ മൗലിദ് പാരായണവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഭക്ഷണം ഒജീനം തയ്യാറാക്കിയാൽ, വ ജമഅ ഇഖ്വാനൻ, സുഹൃത്തുക്കളെയും നാട്ടുകാരെയും കൂട്ടുകാരെയും ഒക്കെ വിളിച്ച് മജ്ലിസ് ഉണ്ടാക്കിയാൽ, വ ഔഖദ സിറാജൻ, ലൈറ്റുകൾ കത്തിച്ച് അലങ്കാരവും ആനന്ദപൂർണവുമാക്കിയാൽ, വ ലബിസ ജദീദൻ, പെരുന്നാൾ പോലെ പുതിയ പുടകൾ ഉടുത്ത് അലങ്കാരമുള്ളവനായി മാറിയാൽ, വ തബഖറ വ തഅത്തറ, നല്ല പുകകൾ കസ്തൂരി പൂശുകയും ബുഖൂറ് പുകപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് മജ്ലിസ് അലങ്കരിച്ചാൽ, ഇതെല്ലാം തഅളീമൻ ലി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളോടുള്ള മൗലിദിൻ്റെ ആഘോഷത്തിൻ്റെ ആദരവിൻ്റെ ഭാഗമായി ചെയ്താൽ, ഹശറഹുല്ലാഹു യൗമൽ ഖിയാമത്തി മഅൽ ഫിർഖത്തിൽ ഊലാ മിനൻ നബിയീൻ, പരലോകത്ത് പ്രവാചകന്മാരെ കൂടെ അവരുടെ മജ്ലിസിൽ അവരോടൊപ്പം ഇരിക്കാൻ നിനക്ക് ഭാഗ്യം ലഭിക്കുമെന്ന് ബഹുമാനപ്പെട്ട സിർദിയുസ് സിഖ്തി അടക്കമുള്ള മഹാന്മാരുടെ മുറബ്ബിയും മുർഷിദുമായ ബഹുമാനപ്പെട്ട മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അത്രയും വലിയ മഹത്വം മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇങ്ങനെ അലങ്കരിക്കുക എന്ന് പറയുമ്പോൾ പരിമളമുണ്ടാകും, ലൈറ്റുകളുടെയും പ്രകാശത്തിൻ്റെയും ആഘോഷമുണ്ടാകും.
അന്നദാനമുണ്ടാകും, മറ്റ് പല ഖിറാഅത്തുകളും പ്രശംസകളുമൊക്കെ ഉണ്ടാകും. ഇതെല്ലാം നടത്തുന്നതാണ് മൗലിദാഘോഷം എന്ന് പറയുന്നത്. ഇത് മുടക്കാൻ ചില ആളുകൾ, ചില ഹസ്രത്തുമാരും ചില മുഫ്തിമാരുമൊക്കെ പള്ളികൾ അലങ്കരിച്ചുകൂടാ, വഴികൾ അലങ്കരിച്ചുകൂടാ, അതൊക്കെ ഹറാമാണെന്ന് ഇമാം നബവി തങ്ങളെ പേരിൽ ആരോപണം അവതരിപ്പിക്കുകയാണ്. ഇമാം നബവി റളിയല്ലാഹു അൻഹു പൊരുത്തപ്പെടില്ല. കാരണം അല്ലാഹു തആല ഫൽയഫ്റഹു, ആഘോഷിക്കണം, ആനന്ദിക്കണമെന്ന് അല്ലാഹു തആല കൽപ്പിച്ച ഒരു പ്രവാചകൻ്റെ പേരിൽ ലൈറ്റുകൾ കത്തിച്ചുകൊണ്ട് ആഘോഷിച്ചു കൂടാ എന്ന് ഇമാം നബവി തങ്ങൾ പറഞ്ഞതായി തെറ്റിദ്ധരിപ്പിക്കുന്നത് എത്രമാത്രം വഞ്ചനാപരമാകുന്ന പ്രസ്താവനകളാണ്. അതിലാരും വഞ്ചിതരാകരുതേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എത്രയോ ആളുകളുടെ സ്വലാത്താണ് അതുകൊണ്ട് മുടക്കിയത്, എത്രയോ ആളുകളുടെ മദ്ഹ് പ്രകീർത്തനങ്ങളാണ് അതുകൊണ്ട് മുടക്കാൻ ശ്രമിക്കുന്നത്, എത്രയോ ആളുകളുടെ മനസ്സിലുള്ള ആഹ്ലാദത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അലയടിക്കുന്ന മഹബത്തിൻ്റെ ആവേശമാണ് തല്ലിക്കെടുത്താൻ ശ്രമിക്കുന്നത്. ഇല്ല, മഹബത്തുള്ള ആർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. മഹബത്തുള്ളവർ ആഘോഷിക്കുക തന്നെ ചെയ്യും, അവർ ആനന്ദിക്കുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം കെണിവലകളിലൊന്നും പെടാതെ ഏറ്റവും കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിക്കുവാനും ആ മഹബത്ത് പങ്കുവെച്ച് ജീവിക്കാനും നമുക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട ഉമറുൽ ഖാളി റളിയല്ലാഹു അൻഹു ആ മഹബത്ത് വെച്ചുകൊണ്ട് റൗള ഷരീഫിൽ പോയി നിന്ന് പൊട്ടിക്കരഞ്ഞ കഥ നമുക്കറിയില്ലേ? മാജഫദംഉൻ സാലമിൻ ഐനൈനി ലകിന്നഹു യജ്രി അലൽ ഖദ്ദൈനി മിൻ ഹുബ്ബി ഖൽബി സയ്യിദൽ കൗനൈനി ഹയ്യം വമൈതൻ ഫിത്തുറാബി റമീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. മുത്തുനബി തങ്ങളുടെ റൗളയിൽ ചെന്ന് നിന്നുകൊണ്ട് മഹബത്ത് കൊണ്ട് കണ്ണുനീരൊഴുക്കി കരഞ്ഞ് ആ മഹബത്ത് രേഖപ്പെടുത്തി ഉമറുൽ ഖാളി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാരഥന്മാരുടെ മഹബത്ത് പങ്കുവെച്ച് നബിദിനം ആഘോഷിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉസീക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.